കെ ഹരിഹരൻ വീണ്ടും ABC ഫ്ലോറിലുണ്ട്. ഹരി, സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, ഹരി സംസാരിക്കുമ്പോൾ അതിന് സാധാരണയിൽ കവിഞ്ഞ മാനങ്ങളുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഞാൻ ഹരിയെ കുറിച്ചുള്ള മറ്റു വിശേഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്ന് കണ്ണൂരിന്റെ വീര്യത്തിൽ പിറന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയിട്ടാണ് ഞാൻ ഹരിയെ വിശേഷിപ്പിക്കുന്നത്. കണ്ണൂർ എന്താണ്, കണ്ണൂരിന്റെ ശക്തി എന്താണ്, കണ്ണൂരിന്റെ ദൗർബല്യങ്ങൾ എന്താണ്, കണ്ണൂരിന്റെ ഇന്നലകൾ, കണ്ണൂരിന്റെ വർത്തമാനം, കണ്ണൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളുടെയൊക്കെ അടിത്തറ, അത് പഠിച്ചു വളർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരകനായി മാറിയ ഒരാളാണ് ഹരി. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് പൊട്ടുന്ന പുതിയ ബോംബുകളെ കുറിച്ചാണ്. കണ്ണൂരിൽ ആദ്യകാലത്ത് എത്രയോ കാലമായി പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നാടൻ ബോംബുകൾ, സ്റ്റീൽ ബോംബുകൾ ഒക്കെ ആയിരുന്നെങ്കിൽ സമീപകാലത്ത് വളരെ പ്രത്യക്ഷമായ രാഷ്ട്രീയ ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും ഒടുവിൽ അതിന്റെ ഒരു ദൃശ്യം നമ്മൾ കണ്ടത് EP ജയരാജൻ BJPയുടെ അഖിലേന്ത്യാ നേതാക്കളുമായി ചർച്ച ചെയ്തു എന്ന് ഏറെക്കുറെ അദ്ദേഹം പോലും ശരിവെച്ച് വിശ്വാസയോഗ്യമായ വിവരം പുറത്തു വന്നു എന്നാണ്. കണ്ണൂരിൽ നിന്ന് വളർന്നു വന്ന പുതിയ തലമുറയിലെ ഏറ്റവും വലിയ നേതാവ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അഭയം തേടുന്നത് BJPയിലും RSSലുമാണ് എന്നത് ഉണ്ടാക്കുന്ന സ്ഫോടനം ഒരു ബോംബിന്റേതല്ല, അതിനേക്കാൾ വലുതാണ്. അതിനുശേഷം പോരാളി ഷാജിയെ പോലെ എല്ലാം മറന്ന് പാർട്ടിക്ക് വേണ്ടി എല്ലാ പ്രതിസന്ധിയിലും എല്ലാ വൃത്തികേടുകളുടെയും കൂടെ നിന്ന് ന്യായീകരിച്ചുകൊണ്ടിരുന്ന പോരാളി ഷാജി വളരെ പരസ്യമായി പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. രണ്ടാമത് അതിനിടയിൽ വന്ന ഒരു കാര്യം, KK ശൈലജ ടീച്ചറോടുള്ള അതൃപ്തി പ്രകടമാക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് തന്നെ നേരിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി. വേറൊന്ന്, P ജയരാജൻ PJ ആർമി എന്ന പേരിൽ കണ്ണൂരിലെയും സംസ്ഥാനത്തെയും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ വളരെ പ്രത്യക്ഷമായ നിലപാടുകൾ, ആർക്കും മനസ്സിലാവുന്ന മട്ടിൽ പ്രത്യക്ഷമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അങ്ങനെയുള്ള അനേകം ദൃശ്യങ്ങളിൽ പാണ്ഡ്യാല ഷാജി പിണറായി വിജയന്റെ തൊട്ടടുത്ത വീട്ടിലിരുന്ന് എന്താണ് പിണറായി വിജയൻ എന്ന് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ധൈര്യം ആർജിച്ച ഒരു പുതിയ കാലം വന്നു ചേർന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ഒരൊറ്റ അധ്യായത്തിൽ ഊന്നിയാണ്. അത് മനു തോമസ് എന്ന പഴയ DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്ന യുവതലമുറയിലെ ഏറ്റവും പുതിയ ശക്തനായ പാർട്ടി വക്താവ്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം. അദ്ദേഹം കഴിഞ്ഞ ഒരു കൊല്ലമായി അദ്ദേഹം പാർട്ടിക്കകത്ത് നടത്തിക്കൊണ്ടിരുന്ന, മെമ്പർഷിപ്പ് പുതുക്കാതെ നടത്തിക്കൊണ്ടിരുന്ന ആഭ്യന്തരമായ വഴക്കുകളുടെ ഒടുവിലത്തെ പൊട്ടിത്തെറിയാണ് മനു തോമസ് പരസ്യമായി പാർട്ടിക്കെതിരായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് തുടങ്ങേണ്ടത്, ഹരി, എന്താണ് കണ്ണൂരിൽ അപ്പൊ ഒടുവിലത്തെ കണ്ണൂരിലെ ബോംബ്, രാഷ്ട്രീയ ബോംബിന്റെ പേര് തീർച്ചയായും മനു തോമസ് ആണ്. മനു തോമസ് കണ്ണൂരിലെ പാർട്ടിയുടെ സകലമാന അധോലോക രഹസ്യങ്ങളും അറിയാവുന്ന, പുതിയ തലമുറയിലെ എല്ലാ അതിക്രമങ്ങളും, പാർട്ടി കാട്ടിക്കൂട്ടിയ എല്ലാ ചെയ്തികളും അറിയാവുന്ന, എല്ലാ ക്രിമിനൽ നടപടികളും അറിയാവുന്ന ഒരു നേതാവായിരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് മനു തോമസിന്റെ ബോംബ്, മനു തോമസ് പൊട്ടിച്ചിരിക്കുന്ന രാഷ്ട്രീയ ബോംബ് ഒരുപക്ഷെ ഒരിക്കലും പൊട്ടിത്തീരാത്തൊരു ബോംബായി, നിരന്തരമായി മാലപ്പടക്കങ്ങൾക്കും മാലബോംബുകൾക്കും തിരികൊളുത്താൻ ഇടയുള്ള ആ ബോംബ്. ആരാണ് മനു തോമസ്? എവിടുന്നാണ്, എന്താണ് മനു തോമസിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അർത്ഥം? ഹരി, പ്ലീസ് സംസാരിച്ചു തുടങ്ങും. മനു തോമസ് DYFIയുടെ ഏറ്റവും ഉശിരനായ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം വരുന്നത് കണ്ണൂരിലെ മലയോര ഗ്രാമത്തിൽ നിന്നാണ്, ആലക്കോട് എന്ന് പറയുന്ന മലയോര ഗ്രാമത്തിൽ നിന്നാണ്. ആലക്കോട് നിന്ന് CPIM വലിയ നേതാക്കളുണ്ടായിട്ട്, ജെയിംസ് മാത്യുവിന്റെ നാടാണ്, നേരത്തെ നമ്മളെ SFIയുടെ നേതാവായിരുന്നു. അതിനു മുമ്പ് വളരെ മിലിറ്റൻസി ഉള്ള KM ജോസഫ് എന്ന് പറയുന്ന പഴയ തലമുറയിലെ ഒരു നേതാവിന്റെ നാടാണ്. ആലക്കോട്ടുകാർക്ക് പൊതുവിൽ ഒരു റിവോൾട്ടിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അവർ അങ്ങനെ തെറ്റ് കണ്ടാൽ എതിർക്കുന്ന സ്വഭാവമുണ്ട്, വഴങ്ങില്ല. പാർട്ടി ഗ്രാമമല്ല, അവിടെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അതുകൊണ്ട് അവരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് വരിക. ഒരേ സമയം അവരോട് ഫൈറ്റ് ചെയ്യും, അതേസമയം തന്നെ അവരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കുകയും കാര്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ജനാധിപത്യപരമായ ഒരു അവസരമുള്ള പൊതുവിൽ കുടിയേറ്റ മേഖലയാണ്. പക്ഷേ അവിടെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു വലിയ ശത്രുതാപരമായ ബന്ധങ്ങൾ പൊതുവിൽ കാണാത്ത ഒരു സ്ഥലമാണ്. പാർട്ടി ഗ്രാമം അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ആശയങ്ങളും വരും, നല്ല വായനയുള്ള ആളുകളായിരിക്കും, കാര്യങ്ങൾ ഷെയർ ചെയ്യും. മനു തോമസ് നല്ലൊരു ചെറുകഥാകൃത്ത് കൂടിയാണ്. ട്രൂ കോപ്പി തിങ്കിനകത്ത് അദ്ദേഹത്തിന്റെ നിരവധി കഥകൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് DYFI പുസ്തകം വായിക്കുകയും
ഇന്നത്തെ കാലത്ത് ഡിവൈഫൈയില് പുസ്തകം വായിക്കുകയും അത് എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാൾ അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പൊ അതുകൊണ്ടാണ് തന്നെ അദ്ദേഹത്തിന് അൺഫിറ്റ് ആണ് അല്ലേ? അൺഫിറ്റ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഉള്ളിൽ തട്ടി പറയാൻ പറ്റുന്നത്. അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കണ്ണൂരിൽ ഈ ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം കണ്ണൂരിലെ പാർട്ടി നേരിട്ട പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പുതിയ തലമുറയിൽപ്പെട്ട കുറെ പാർട്ടി സഖാക്കള് ഈ കള്ളക്കടത്തിലേക്ക് പോയി എന്നുള്ളതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന് കള്ളക്കടത്ത് തുടങ്ങി അവരൊരു തൊഴിൽ എന്നുള്ള നിലയ്ക്കാണ് അതിനെ സ്വീകരിക്കുന്നത്. കൊട്ടേഷൻ ഏർപ്പാടുകൾ അവർ പാർട്ടിയുടെ ആളുകളും ആകാശ് തില്ലങ്കേരി, അർജുൻ നായങ്കി ഇതൊക്കെ പറയുന്ന ആളുകള് ഈ ന്യൂ ജനറേഷൻ അമ്മാതിരി പണികള് അവർ പാർട്ടിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയതായിരിക്കോ ഹരി? പാർട്ടിക്ക് അവരെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മനു തോമസ് പറയുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ ഷീൽഡ് അവർക്കുണ്ട്, സംരക്ഷണമുണ്ട്, ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവരൊരു ചോര തലക്കെട്ടൊക്കെ കെട്ടി ചെകുവേരയുടെ ചിത്രമൊക്കെ പച്ചകുത്തി ഞങ്ങൾ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സായുധ സേനയാണ്. PJ ആർമി അല്ല, റെഡ് ആർമിയാണ് അവർ. അങ്ങനെ ആർമിയാണെന്നാണ് അവർ കരുതുന്നത്. അങ്ങനെയാണ് കരുതുന്നത്, ആർമിയാണെന്നാണ് കരുതുന്നത്. സങ്കല്പത്തിലുള്ള ഒരു ആർമിയാണത്. പക്ഷെ ചില്ലറ കൊലപാതകങ്ങൾ, ബോംബേറുകള്, ആളുകൾ ഭീഷണിപ്പെടുത്തല്, അതൊക്കെ അവർ ചെയ്യുന്നത്. പാർട്ടി അത് സത്യത്തിൽ ഇത് കണ്ണൂരിലെ മൊത്തം പാർട്ടിക്കാർക്ക്, പാർട്ടിയിലെ ബഹുജനങ്ങൾക്ക് അറിയാവുന്നതാണോ ഈ രഹസ്യം? അറിയാവുന്നതാണ്. അത് അവർക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞാൽ ഇവര് മിക്കവാറും ഫേസ്ബുക്കിലെ പോരാളികൾ കൂടിയാണ്. അപ്പം അവരവരുടെ പടങ്ങൾ ഫേസ്ബുക്കിലിടും, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഫേസ്ബുക്കിലിടും, അവർ PJ രാജനെ സിന്ധാവ് വിളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടും. അപ്പൊ പൊതുവിൽ ഇവര് ഒരു സാമൂഹ്യ വിരുദ്ധ സംഘമാണ്, പക്ഷെ സംഘടിതരാണ്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകൾ പക്ഷെ എങ്ങനെയാണ് ഹരി ഇപ്പോ സായുധ വിപ്ലവം അല്ലെങ്കിൽ ഇന്ത്യൻ വിപ്ലവം എന്നത് സ്വപ്നത്തിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ, ലക്ഷ്യത്തിൽ നിന്ന് ഉപേക്ഷിച്ച് കളഞ്ഞ ഈ ഈ ദേശീയ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഈ എന്താ പറയാ, ജനകീയ ജനാധിപത്യം, ദേശീയ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘടിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനുഷ്യനെ പറ്റിക്കുന്ന കാലത്ത്, വിപ്ലവ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു കാലത്ത് എങ്ങനെയാണ് ഈ സായുധ കൂട്ടങ്ങളെ ഉത്ബുദ്ധരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ സാധാരണ സഖാക്കളോട് എങ്ങനെയാണ് പാർട്ടി വിശദീകരിച്ചിരുന്നത്? അല്ല, അതില് കണ്ണൂരിൽ ഒരു ചരിത്രമുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ണൂരിൽ ഒരു 1960കളുടെ പകുതി മുതൽക്ക് തന്നെ നിരന്തരമായ സായുധ ഏറ്റുമുട്ടലുകളുടെ ചരിത്രമുണ്ട്. തുടക്കത്തില് CPI വളർന്നപ്പോ CPIയുടെ ആളുകളെ കായികമായിട്ട് നേരിട്ടിട്ടുണ്ട്. CPI ML വന്നപ്പോ ML പ്രവർത്തകരെ നേരിട്ടിട്ടുണ്ട്. 80കളുടെ പകുതിയിൽ MVR വന്നപ്പോ MVRന്റെ മൂവ്മെന്റിനെ കായികമായി നേരിട്ടിട്ടുണ്ട്. അതിനിടയിലൊക്കെ RSS. അതിനിടയിൽ ഹരി, ഞാൻ ഈയിടെ വായിച്ചൊരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് പോയവരെ പോലും ഭീകരമായി കൊലപാതകം, ഒരു കുഞ്ഞിക്കണ്ണൻ മാഷ്ടെ ഒരു ചരിത്രം ഞാൻ ഈയിടെ വായിച്ചു. ശരിയാണല്ലോ അത്? അവിടെ എല്ലാ പാർട്ടിപ്പെട്ടവരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. CPIക്കാർ പോലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മുസ്ലിം ലീഗുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കണ്ണൂരിന്റെ ഒരു രീതി, ജനാധിപത്യപരമായ സംവാദങ്ങൾക്കൊന്നും അവിടെ സ്പേസ് ഒന്നുമില്ല. ബലമാണ്, ആൾബലമാണ്, മസിൽ പവറാണ്, ഭീഷണിയാണ്. അങ്ങനെയാണ് ആധിപത്യം നേടിയെടുക്കുന്നത്. അങ്ങനെ ആധിപത്യം നേടിയെടുക്കേണ്ടി വരുന്നത് തന്നെ ഒരു ആശയപരമായിട്ട് സമരം ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകളായതുകൊണ്ടാണല്ലോ. ആശയപരമാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. കണ്ണൂര് CPIന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. വർഗബഹുജന സംഘടനകളുടെ ഒക്കെ നേതാക്കൾ അവിടെ നിന്നാണ് വരുന്നത്. പക്ഷെ അവിടുന്ന് ഒരു ചിന്തകൻ ഉണ്ടാവുന്നില്ല. ഗൗരവമായിട്ട് രാഷ്ട്രീയത്തെ കാണുന്ന ഒരാൾ കണ്ണൂരിൽ നിന്നില്ല. MM വിജയമാഷ് കണ്ണൂർ താമസിച്ചിട്ടുണ്ടതേ ഉള്ളൂ. മാഷ് കൊടുങ്ങല്ലൂർക്കാരനാണ്. പിന്നെ കണ്ണൂരിൽ സാഹിത്യകാരന്മാർ മാത്രമേ ഉള്ളൂ. ഒരു ഗൗരവമായിട്ട് രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാള് അവിടെ നിന്ന് വളർന്നു വന്നിട്ടില്ല കുറേ കൊല്ലങ്ങളായിട്ട്. സാധാരണ നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലത്തല്ലേ ഇത് കുറെ കൂടി ഷാർപ്പായ വിമർശനങ്ങളൊക്കെ വരേണ്ട ആളുകൾ വരിക. കണ്ണൂരിൽ ഒരു പുതിയ നിരീക്ഷണമാണ് ഹരി. സത്യത്തിൽ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു നിരീക്ഷണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരിൽ നിന്ന് ഈ സാഹിത്യകാരന്മാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മൗലികമായ ചിന്തയുള്ള വിപ്ലവകാരികളായ ചിന്തകന്മാരും വന്നില്ല അല്ലേ? വന്നിട്ടില്ല. അവര് അങ്ങനെ ഗൗരവമായിട്ട് വന്നിട്ടില്ല. അവര് സൈദ്ധാന്തികർ എന്ന് പറയുന്ന ആളാണ്. അവരുടെ ഏറ്റവും മികച്ച സൈദ്ധാന്തികരുടെ ME ഗോവിന്ദ മാഷ്. ഗോവിന്ദ മാഷ് സൈദ്ധാന്തിക അടിത്തറെന്താണെന്നുള്ളത് നമുക്കറിയാം. മാഷ് എത്ര ദുർബലാണെന്നുള്ളത്. സൈദ്ധാന്തികമായിട്ട് എന്താ ചെയ്തില്ല. മാഷ് പ്രോഗ്രസ് പബ്ലിഷേഴ്സ് അയച്ചു കൊടുത്ത പുസ്തകങ്ങളല്ലാതെ പുതുതായിട്ട് ഒരു സാധനം മാഷ് കണ്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. അതെ, ആ കാലത്തിന് ശേഷമുള്ള അതിനുശേഷമുള്ള ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒന്നും കണ്ടിട്ടില്ല. അദ്ദേഹമാണ് ഏറ്റവും മികച്ച സൈദ്ധാന്തികൻ. കണ്ണൂർ ഉത്പാദിപ്പിച്ച ഏറ്റവും മികച്ച സൈദ്ധാന്തികൻ അദ്ദേഹം. പിന്നെ വേറെ ചിലരൊക്കെ ശ്രമിച്ചിരുന്നു. ഇപ്പൊ ചൂര്യായി ചന്ദ്രമാഷ പോലുള്ളവരൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ പാർട്ടി പുറത്താക്കി. MVRന്റെ കൂടെ പുറത്തുമാണ് ചെയ്തത്. ചൂര്യായി ചന്ദ്രമാഷാണ് അവിടെ കുറച്ചു കാലം ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമൊക്കെ പഠിപ്പിച്ചത്, സൈദ്ധാന്തികര് പഠിപ്പിച്ചതാണ്. പിന്നെ അങ്ങനെ പറയാവുന്ന മൂന്നാമതൊരു പേര് ചന്ദ്രമാഷോ, ചൂര്യായി ചന്ദ്രമാഷ്. അദ്ദേഹം MVRന്റെ കൂടെ പാർട്ടിയിൽ പുറത്ത് പഠിച്ചത്. അദ്ദേഹമാണ് കുറച്ചൊരു അടിത്തറ ഉണ്ടായിരുന്നതാണ്.
അദ്ദേഹത്തെ ആ ഒന്നും ആ പാർട്ടിയിൽ നിലനിർത്തിയിട്ടില്ല. അപ്പൊ ഇത് ചൂരായി മസിൽ പവർ ചന്ദ്രൻ മാഷ് മാത്രമേ അല്ലേ? നടക്കുള്ളൂ. ചൂര്യായി ചന്ദ്രൻ അത് ഇപ്പോഴും ഉണ്ട്. പുതിയ തലമുറ അത് കേൾക്കട്ടെ അത്തരം പേരുകളൊക്കെ. അതെ, അത് ഇപ്പോഴും ഉണ്ട്. നിശബ്ദനായിട്ട് കഴിയുന്നുണ്ട്. CMB ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആണല്ലേ? പക്ഷേ റോളൊന്നുമില്ല. ഉം. കണ്ണൂരിലെ രാഷ്ട്രീയത്തിനകത്ത് അദ്ദേഹത്തിനൊന്നും അങ്ങനെ അംഗീകരിക്കില്ല. പിന്നെ അങ്ങനെ പറയാവുന്ന ആളുകളൊന്നും കണ്ണൂരിലില്ല. പിന്നെയുള്ളത് ഈ മസിൽ പവറിന്റെ ആളുകളും ഗുണ്ടകളുമാണ്, ക്രിമിനലുകൾ. അവരുടെ ഒരു വലിയ കോർഡിനേഷൻ. ഞങ്ങൾ RMBI രൂപീകരിച്ച സമയത്ത് തോമസ് ഓ ഐസക് ഞങ്ങൾക്കെതിരെ ഒരു പുസ്തകം എഴുതി. ഞങ്ങൾക്കെതിരെ ഒരു പുസ്തകം എഴുതേണ്ട ഒരു കാര്യം തോമസ് ഐസക്കിനില്ല. കാരണം അത്ര വലിയൊരു മൂവ്മെന്റ് അല്ലല്ലോ നമ്മളൊരു. ആറന്പിക്കെതിരായിട്ട്. അതെ, വിമതന്മാരുടെ രണ്ടാം വരവ് എന്നാണ് ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ. തോമസ് ഐസക് ആണല്ലോ തോമസ് ഐസക് EMS എഴുതിയിട്ടുണ്ട്. ഭരിച്ചതിനായിട്ടുള്ള. അതെ, EMS ഭരിച്ചതിനായിട്ടുള്ള സൈദ്ധാന്തിക തോമസ് ഐസക് ആണ്. അതെ അപ്പൊ അതെ. അത് അതിനകത്ത് പറഞ്ഞൊരു അത് പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. അത് ദയനീയാവസ്ഥയാണ്. ഇപ്പൊ ഒരു പ്രസക്തമാണ് ആ കാര്യം. എന്ന് വെച്ചാല് പുതിയ കാലത്തെ പാർട്ടി, ഈ പുതിയ ഈ ആധുനിക ടെക്നോളജി ഒക്കെ വന്ന് മെച്ചപ്പെട്ട ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് ലുംബൻ ലുംബൻ തൊഴിലാളി വർഗത്തിന്റെ ആളുകളെ. ലുംബൻ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ഈ ചട്ടമ്പികളാണ്, കവലച്ചട്ടമ്പികളാണ്. ഓ പിടിച്ചുപറി, കൊള്ള, കൊല, അവരാണ് ലുംബൻ. അത് മാർക്സ് പ്രയോഗിച്ച വാക്കാണ്. ഈ ഫ്രാൻസിലെ വർഗ സമരങ്ങളിൽ അലുമ്പൻ. ബ്രിട്ടീഷ് കമ്മ്യൂണിനെ പറ്റി പറഞ്ഞാണ്. ഒരു ഭയങ്കര കുഴപ്പക്കാരായിരിക്കും, സൂക്ഷിക്കണമെന്നാണ് മാർക്സ് പറഞ്ഞത്. അപ്പൊ ഈ ലുംബൻ വിഭാഗത്തിൽപ്പെട്ടവരെയും കൂടി പാർട്ടി മെമ്പർമാരാക്കിയ എന്നാണ് CPM-ന്റെ മെച്ചം എന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. ആ ഓ ഓ ലുംബനാണ് ഇപ്പൊ ഈ ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കേരി ഒക്കെ പറയുന്നത്. കാരണം അവന് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ആ ആ ലുംബൻ ആ ആ കമ്മ്യൂണിസ്റ്റാണ്. ആ കറക്റ്റാ. അപ്പൊ ലുംബൻ കവലച്ചട്ടമ്പികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുക, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക. അതിന്റെ ആ ദോഷമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഈ ലുംബനെല്ലാം കൂടി അതെ, ഇതിനെ കയറ്റി പിടിക്കാൻ. തോമസ് ഐസക്കിന്റെ പുസ്തകവും ആ പുസ്തകത്തിലെ പ്രയോഗങ്ങളും ഇപ്പോ കൃത്യമായി തിരിച്ചടിച്ചു നിർത്തും. തിരിച്ചടിച്ചു വളരെ കൃത്യമായിരുന്നു ആ സംഭവം. അപ്പൊ ഈ ലുംബൻ ഘടകങ്ങളെല്ലാം കൂടി കൂടിച്ചേർന്നിട്ട് ഞങ്ങൾ പാർട്ടിയെ രക്ഷിക്കുന്നവർക്ക് പുറത്തേക്ക് ഇറങ്ങുക. അവരെയാണ് മനു തോമസ് ചോദ്യം ചെയ്യുന്നത്. ഈ ലുംബൻ ഘടകങ്ങൾ ഒരു യെസ്. തരത്തിലും വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് രാഷ്ട്രീയമില്ല. അവര് സ്വർണ്ണക്കള്ളക്കട നടത്തുന്നത് പാർട്ടിക്ക് വേണ്ടിയല്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് പണം വേണം, അവർക്ക് സൂഹിക്കണം, അവർക്ക് എല്ലാ തോന്നിയാസം ചെയ്താൽ പാർട്ടിയുടെ സംരക്ഷണം വേണം. ഈ സംരക്ഷണം കൊടുക്കുന്നത് പക്ഷേ സംസ്ഥാന കമ്മിറ്റി ആ, മെമ്പറാണെന്നാണ് മനു തോമസ് പറയുന്നത്. മനു അതെ, തോമസിന്റെ പി ആക്രമണത്തിന്റെ ജയരാജൻ. ലക്ഷ്യം ഇതാണ്. പി ജയരാജൻ. പി ജയരാജന്റെ ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ കളിക്കുന്നത്. അവരെങ്ങനെയാണ് പാർട്ടിയെ അതെ, സംരക്ഷിക്കാൻ പക്ഷേ തയ്യാറാക്കുന്നത്? ഹരിയോട് ഞാൻ വ്യക്തിപരമായി ചോദിക്കട്ടെ. ഹരിക്ക് പി ജയരാജൻ സഖാവിനെ അറിയാമല്ലോ. എന്തൊക്കെ എനിക്കറിയാം, പറഞ്ഞാലും എനിക്ക് കണ്ണൂരിൽ ഇപ്പോ നിലനിൽക്കുന്ന കൂട്ടത്തിൽ താരതമ്യേന ഭേദപ്പെട്ട ആശയപ്രതിബദ്ധതയുള്ള ഒരു നേതാവാണല്ലോ ജയരാജേട്ടൻ. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് മറ്റ് എങ്ങനെയാണ് ഈ ജയരാജന്മാരായിട്ട് ലുംബന്മാരെ അതെ, അതെ, ഈ മറ്റ് ലുംബന്മാരെ ജയരാജന്മാരായിട്ട് സംരക്ഷിക്കുന്ന ബന്ധപ്പെടുത്തുമ്പോൾ ഒരു നിലപാട്? ആ അല്ല, അത് അദ്ദേഹം കുറെ കാലമായിട്ട് തുടർന്ന ഈ പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ വന്ന ഒരു സംഗതിയുണ്ട്. ഉം, ഞങ്ങള് RSSനെ, അതുപോലെ പാർട്ടി ശത്രുക്കളൊക്കെ പ്രതിരോധിക്കുന്ന ആളുകളാണ്. ഉം. കേരളത്തില് വേറെ 13 ജില്ല ഉണ്ട്, അവിടെ ഈ പാർട്ടികളൊക്കെ ഉണ്ട്, ഈ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊന്നും പ്രതിരോധത്തിന് രാഷ്ട്രീയമല്ല. അപ്പൊ കണ്ണൂരിനെ ഇതിനേക്കാൾ നല്ല പറ്റിയിട്ട് രാഷ്ട്രീയമുണ്ട് മറ്റു ജില്ലകളിലൊക്കെ. നല്ല രാഷ്ട്രീയമുണ്ട്, ജനാധിപത്യ രാഷ്ട്രീയമുണ്ട്. പക്ഷെ കണ്ണൂരിനെ പറ്റി അവർ വരുത്തുന്ന ഒരു തെറ്റിദ്ധാരണ, ഞങ്ങൾ ധീരന്മാരാണ്, ഞങ്ങൾ ഇവരെ എല്ലാവരെയും നേരിടും, RSSനെ നേരിടും, കോൺഗ്രസിനെ നേരിടും, ഉം, മുസ്ലിം ലീഗിനെ നേരിടും, ഞങ്ങൾ ധൈര്യമുള്ളവരാണ്, പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ മരിക്കും, അങ്ങനെയാണ്. അപ്പൊ പാർട്ടി ഒരു ദൈവത്തെ പോലെ കാണുന്നത്, പാർട്ടി ഒരു പരമ്പരമായിട്ട് ദൈവമായിട്ട് കാണുക. പാർട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കണ്ണൂർക്കാർക്ക് വേറെ ഒന്നുമില്ല എന്നുള്ള തോന്നല. അങ്ങനെ ഒരു ഉം. തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പാർട്ടിക്ക് വേണ്ടി അവർ എന്തും ചെയ്യും, ധീരന്മാരാണ്, സത്യസന്ധരാണ്. നമുക്ക് ഈ പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് വന്ന ഒരു സംഗതി ഇപ്പൊ അത് അവസാനിച്ചു. RSS ആയിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു അതിന്റെ പ്രധാന സംഗതി. അതിപ്പോ ഇല്ല. ഇല്ലാന്ന് വെച്ചാൽ അവര് RSSകാരും മാറി, CPM-കാരും മാറി. പുതിയ കാലത്ത് മാറാതെ രക്ഷയില്ല. കാരണം RSSന് കേന്ദ്ര ഭരണാധികാരമുണ്ട്. CPM വിചാരിച്ചാലും കേരളത്തിൽ മാത്രമേ ഭരണത്തിൽ വരാൻ പറ്റൂ. അപ്പൊ ഏറ്റുമുട്ടിയിട്ട് പോകാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, RSS തീരുമാനിച്ചത് സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ. കൊലപാതകവും ഏറ്റുമുട്ടലും ബോംബേറുമായിട്ട് RSS വളരില്ല, BJP-യും വളരില്ല. CPM-ന് അത് ബോധ്യമായി. ആ നിലയ്ക്ക് പോയിട്ട് കാര്യമില്ല ഇനി. പക്ഷെ ഈ പ്രതിരോധത്തിന്റെ വേണ്ടി ഉണ്ടാക്കിയ ആളുകളും സംവിധാനങ്ങളൊക്കെ ബാക്കിയെടുക്കുകയാണ്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം ഇത് മറ്റു രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് ബോധ്യം വന്നു. അപ്പൊ ജനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞപ്പോ പാർട്ടി ഒരു പ്രതിസന്ധിയിലായി, CPM പ്രതിസന്ധിയിലായി. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഈ ലുംബൻ സഹാക്കൾ എന്ത് ചെയ്യും? അവർക്ക് ജോലി കൊടുക്കണ്ടേ? അപ്പൊ ലുംബൻ സഹാക്കൾ ജോലി കണ്ടുപിടിച്ചു. അവര് സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് പോയി, മയക്കുമരുന്ന് കള്ളക്കടത്തിലേക്ക് പോയി, സ്വർണ്ണം ആരെങ്കിലും കടത്തി കൊണ്ടുവരുന്നവനെ വഴിയിൽ വെച്ച് പിടിച്ചോണ്ട് വന്ന് പൊട്ടിക്കാന്ന് പറയും, ആ ഏർപ്പാട്ടിലേക്ക് പോയി. മണ്ണ് കുന്നൊക്കെ ഇടിച്ചിട്ട് ഹൈവേക്ക് ഈ പൈസ മണ്ണ് കൊടുക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട്, അതെ. അത് ചുരുങ്ങി വലിക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ അവര് സ്വന്തം നിലയ്ക്ക് ഒരു ജീവിതമാർഗം കണ്ടുപിടിച്ചു, കൊട്ടേഷൻ ഏർപ്പാടുകൾ കണ്ടുപിടിച്ചു. പക്ഷെ അതിനവർക്ക് സംരക്ഷണം വേണം. ഈ ലുംബൻ സഹാക്കൾക്കെല്ലാം ഏതെങ്കിലും നിലയ്ക്ക് പി ജയരാജനായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടെന്നാണ് അവരവകാശപ്പെടുന്നത്. പി ജയരാജൻ ഓ പറയുന്നതല്ല അത്.
പക്ഷെ ലുംബൻ സഹാക്കളുടെ കൺകണ്ട ദൈവം, അവരുടെ കുലദൈവം പി ജയരാജനാണെന്നാണ് അവര് ഫേസ്ബുക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തുള്ള ഫോട്ടോകൾ അതൊരു പക്ഷെ ഒരു സ്ക്രീനായിട്ട് ജയരാജേട്ടനെ ഉപയോഗിക്കുന്നതും ആകാം അല്ലേ? അങ്ങനെയാവും, ഉപയോഗിക്കുന്നതാവാം. ചിലപ്പോ അദ്ദേഹത്തിന് ചില ആളുകളായിട്ട് അങ്ങനെ ഒരു ബന്ധം, പാർട്ടിയിലേക്ക് ബന്ധങ്ങളുണ്ടാവാം, ചില ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവാം. എന്താണെന്ന് അവരാണ് പറയേണ്ടത്, നമുക്കത് പുറത്തൊന്നും പറയാൻ പറ്റില്ല, അവര് വിശദീകരിക്കണം. പക്ഷെ എന്തായാലും ഈ ഒരു സംഗതിയുണ്ട്, അതിൽ മനു തോമസ് പറഞ്ഞത് വളരെ പ്രത്യേക ഒരു കാര്യമാണ്. ഈ ഒരു സംവിധാനമുണ്ട്, ആ സംവിധാനം പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഉണ്ട്. അദ്ദേഹം 2021 ഈ കൊട്ടേഷൻ സംഘങ്ങൾ CPM-നകത്ത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വെച്ചുകൊണ്ട് DYFI, ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ DYFI ഒരു ജില്ലാ ജാഥ നടത്തി. ജാഥ നടത്തിയിട്ട് ആ ജാഥയുടെ അദ്ദേഹം തന്നെ പരാമർശിച്ചുള്ള ഷാജർ എന്ന് പറയുന്ന ആളാണ് ജാഥയുടെ ഒരു ജാഥയുടെ ആണ്, 2 ജാഥയാണ്, ഒന്ന് പ്രസിഡന്റ് ഒന്ന് സെക്രട്ടറി നയിക്കുക. 2 ക്യാപ്റ്റന്മാരാണ്, 2 ഭാഗത്തൂടെയാണ് ജാഥ. അപ്പൊ മനു തോമസിന്റെ ജാഥ അവസാനിക്കുന്നത് കൂത്തുപറമ്പില ജാഥയായിട്ട് അദ്ദേഹം വന്നപ്പോ അവിടെ കറണ്ട് ഇല്ല. അവിടുത്തെ ട്രാൻസ്ഫോറിന്റെ ഫ്യൂസ് കൂത്തുപറമ്പിൽ ഒരു പ്രധാനപ്പെട്ട ലുംബൻ സഖാവ് ഊരി കൊണ്ടുപോയിട്ടുണ്ട്. വെളിച്ചമില്ല, മൈക്ക് DYFI ജില്ലാ കമ്മിറ്റിയുടെ ജാഥയാണ്, സംസാരിക്കേണ്ട ജില്ലാ പ്രസിഡന്റാണ്. അവിടെ ഇലക്ട്രിസിറ്റിയുടെ ഫ്യൂസ് ഊരി വേറെ സഖാവ് ഊരിക്കുക. അവിടെ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് മനു തോമസ്, ആ പ്രസംഗമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, മനു തോമസ് പ്രസംഗിക്കുന്നത് ജീപ്പിലെ മൈക്ക് ഉപയോഗിച്ചിട്ട്. മൊബൈൽ ഫോണിലെ വെളിച്ചം കൊണ്ട് പലരും മൊബൈൽ ഫോണൊക്കെ അടിച്ചു കൂടെ വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. അപ്പൊ ഈ കൊട്ടേഷൻ സംഘങ്ങൾ അവരുടെ ഒരു കരുത്ത് കൂത്തുറപ്പ് കാണിച്ചു കൊടുക്കുക. ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ ഇവിടെ വെളിച്ചം ഉണ്ടാവില്ല, നിങ്ങൾ ഇവിടെ പ്രസംഗിക്കില്ല എന്നതിന്റെ ഒരു മുന്നറിയിപ്പാണ്. ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും പാർട്ടി CPM എന്തായാലും നടപടി എടുക്കുകയൊന്നും ചെയ്തില്ല, അത് ഈസി ആയിട്ട് വിട്ടു. അതുകൊണ്ടൊക്കെയാണ് മനു തോമസ് പതുക്കെ പിന്നീട് ഇത് അവസാനിപ്പിച്ചത്. കാരണം വെറുതെ അകത്തുനിന്ന് ചിലപ്പോൾ പണി കിട്ടും, പുറത്തുനിന്ന് ഉള്ള പണി മാത്രമല്ല അകത്തുനിന്നും പണി കിട്ടും. എങ്ങനെയാണെന്ന് പറയാൻ കഴിയും. സത്യത്തിൽ ഇത്തരം ഒരു സംസ്കാരത്തിനെതിരായിട്ട്, ഈ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരായി ഒരുപക്ഷെ അകത്ത് ഏറ്റവും രൂക്ഷമായ പോരാട്ടം തുടങ്ങിയത് TP ചന്ദ്രശേഖരൻ തന്നെ ആവില്ലേ ഹരി? തീർച്ചയായിട്ടും. ഈ CPIM-ന്റെ ക്രിമിനൽവൽക്കരണം, മാഫിയ ബന്ധങ്ങള്, അഴിമതി, ഈ 3 കാര്യങ്ങളായിരുന്നു ചന്ദ്രശേഖരന്റെ ക്യാമ്പയിനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് ചന്ദ്രശേഖരൻ പറയുന്നത് ഒരു 15 കൊല്ലം മുമ്പാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ അതിനൊക്കെ തെളിവ് വരിക. ചന്ദ്രശേഖരൻ അന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത്, ഈ പാർട്ടി വലത്തോട്ട് പോവാണ്, ഈ പാർട്ടിയിൽ അഴിമതിക്കാർ വരികയാണ്, മാഫിയകളുടെ കയ്യിലാണ്, കൊട്ടേഷൻ സംഘങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞതിനുള്ള തെളിവുകൾ ഇപ്പൊ നമ്മുടെ മുമ്പിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനി CPM-ന് ചർച്ച ചെയ്യേണ്ടി വരും, CPM-ന് ചർച്ച ചെയ്യേണ്ടി വരും, തിരുത്തേണ്ടി വരും. തിരുത്തുന്നില്ലെങ്കിൽ പല രീതിയിലുള്ള റിപ്പർക്കഷനിലേക്ക് പോകും. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്ത രീതിയിലേക്കാണ് മനു തോമസ് തുറന്നുവിട്ട ഭൂതത്തെ മനു തോമസ് വിചാരിച്ചാലും കുടത്തിൽ അടയ്ക്കാൻ പറ്റാത്ത രീതിയിലാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു അവസ്ഥ. ഈ അതെ, മനു തോമസിൻ തുറന്നുവിട്ട ഈ ഭൂതം യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇതിൽ നേരിട്ട് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ TP ചന്ദ്രശേഖരൻ കേസിന്റെ ഗൂഢാലോചനയിൽ പോലും വളരെ സമർത്ഥമായി രക്ഷപ്പെട്ടു നിൽക്കുന്ന പിണറായി വിജയൻ ഈ പാർട്ടിയുടെ തകർച്ചയിൽ വഹിച്ച പങ്ക് ഇന്ന് എല്ലാ കോണുകളിൽ നിന്നും തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ മനു തോമസിന്റെ പ്രസ്താവനകളിൽ പാർട്ടിയെ വിമർശിക്കുമ്പോൾ പോലും, കണ്ണൂരിലെ P ജയരാജനെ ഊന്നി പറയുമ്പോൾ പോലും, എന്താണ് മനു തോമസ് പോലും പിണറായിയെ തൊടാൻ, അല്ലെങ്കിൽ പിണറായിയെ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ മടിക്കുന്നത്? അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു തന്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ജില്ലാ കമ്മിറ്റി മെമ്പറായ ഒരാൾ സംസ്ഥാന രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. അയാളുടെ മുമ്പിലുള്ള പ്രശ്നം ജില്ലയിലെ പ്രശ്നങ്ങളാണ്. നമ്മൾ കണ്ട ഒരു കാര്യം, എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരേ സമയം 2 ശത്രുവിനെ നേരിടാൻ കഴിയില്ല. ഒരേ സമയം നമുക്ക് ഒരു ശത്രുവിനെ നേരിടാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ മുഖ്യ ശത്രു എന്ന് പറയുന്നത്. മാവ പറഞ്ഞിട്ടുണ്ടാവും, ഇത് ഒരേ സമയം 2 ശത്രുക്കളെ നേരിടാൻ പറ്റില്ല. അപ്പൊ നാളെ മുഖ്യ ശത്രു ആരാണ്, നമ്മുടെ ബന്ധു ആരാണ് തീരുമാനിക്കുന്നത്. മനു തോമസിനെ സംബന്ധിച്ച് ഇപ്പം മുഖ്യ ശത്രുവായിട്ട് വരുന്നത് സൈബർ കൊട്ടേഷൻ സംഘങ്ങളാണ്, അതിനെ പ്രതിരോധിക്കുന്നവരാണ്, സംരക്ഷണം കൊടുക്കുന്നവരാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖ്യ ശത്രു ഇപ്പോ ഇങ്ങനെയാണ്, നാളെ ഏതാവെന്ന് പറയാൻ പറ്റില്ല. അതൊരു യുദ്ധം. പക്ഷേ മുഖ്യ ശത്രുവും തീർച്ചയായിട്ടും മാറുമല്ലോ അല്ലെ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറും. മുഖ്യ ശത്രുക്കൾ മാറിക്കൊണ്ടിരിക്കും, ബന്ധുക്കളും മാറിക്കൊണ്ടിരിക്കും. ബന്ധുക്കളും മാറും. ഇപ്പോ ഇതിനകത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മനു തോമസിൽ വരെ എത്തി നിൽക്കുന്ന സംഭവവികാസങ്ങളിൽ നിന്ന് കണ്ണൂരിന്റെ രാഷ്ട്രീയ ബഹുജന അടിത്തറ എന്ന് പറയുന്ന 2 കാര്യങ്ങളിലാണല്ലോ. ഒന്ന്, ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെയുള്ള ജനമനസ്സിൽ പരത്തിയിരിക്കുന്ന ഭീതി, പാർട്ടിയോട് വിയോജിച്ചാൽ ഞങ്ങൾ സുരക്ഷിതരല്ല എന്ന തോന്നൽ. 2,
പാർട്ടിയോട് ആത്മബന്ധം സ്ഥാപിക്കുന്ന, പൊക്കിൾക്കൊടി ബന്ധം സ്ഥാപിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അല്ലെങ്കിൽ ഉപജീവന ബന്ധങ്ങൾ, അത് സഹകരണ സംഘങ്ങളാകാം, പാർട്ടിയുമായി ബന്ധപ്പെട്ടത്. പക്ഷെ ഇത് രണ്ടിന്റെയും ബലത്തിൽ പിടിച്ചു നിന്നിരുന്ന കണ്ണൂർ പാർട്ടി ഏറ്റവും ഒടുവില് ഇപ്പോ പിണറായി ബൂത്തിലെ പോലും ഇലക്ഷൻ കാണിക്കുന്നത് ആളുകൾക്ക് അപാരമായ അമർഷം വോട്ടിങ്ങിലൂടെ. പോളിംഗ് ബൂത്തിൽ ചെന്നിട്ട് മാത്രമാണല്ലോ ഈ തനിക്ക് മാത്രം അറിയാവുന്ന സ്വകാര്യമായ അമർഷം മുഴുവനും പ്രകടിപ്പിക്കാൻ പറ്റുക. അത് കണ്ണൂരിൽ പ്രകടിപ്പിച്ചു തുടങ്ങിയാൽ ഒരു പക്ഷേ ഈ ലോക്സഭാ പാറ്റേണും നിയമസഭാ പാറ്റേണും രണ്ടായിരിക്കും എന്നൊക്കെ ഭംഗിവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും 2024-ഉം 2026-ഉം തമ്മിൽ കേരളത്തിന്റെ ഇലക്ട്രൽ പോളിറ്റിയിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമോ? അതോ ഹരിയുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. മുമ്പ് ഒരു 10 വർഷം മുമ്പ് വരെയൊക്കെ കണ്ണൂരെ പൊളിറ്റിക്സിൽ നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ അവർക്ക് വിമർശനങ്ങളുണ്ട്, പക്ഷെ എന്നാലും അവർ പാർട്ടിയുടെ കൂടെയാണ്, CPM-ന്റെ കൂടെയാണ്. ഇപ്പൊ അവർക്ക് വിമർശനങ്ങൾ മാത്രമല്ല, അവർ CPM-നെതിരെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വോട്ട് ചെയ്യാനൊക്കെ തയ്യാറാണ്. കണ്ണൂർ സഹകളുടെ ഒരു പ്രത്യേകത, അവര് എല്ലാത്തിനും വിമർശിക്കും, പക്ഷെ ആ വിമർശനം അവർക്ക് പാർട്ടിക്കുള്ള അങ്ങനെ സഹിക്കുന്നില്ല, എന്നാലും കേട്ടു, സൗരം കൊണ്ട് കേട്ടു. ഇപ്പൊ അത് മാറുന്നു. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടുണ്ടായ മാറി. അത് പിണറായി വിജയനോടുള്ള ഒരു വലിയ അസഹിഷ്ണുത കണ്ണൂരിലെ താല്പര്യമുണ്ട്. അവരതിനെ കാണുന്നത് ഈ മനുഷ്യനാണ് പാർട്ടിയെ നശിപ്പിച്ചത്, ഈ മനുഷ്യനാണ് പാർട്ടിയെ നശിപ്പിച്ചത്. നമ്മൾ കണ്ടൊരു കാര്യം, VS അച്യുതാനന്ദൻ CPM-നകത്ത് ആശയപരമായ ഒരു വലിയ യുദ്ധം നടത്തുമ്പോൾ കണ്ണൂരിൽ വലിയ പിന്തുണയായി. പാർട്ടി നേതൃത്വം പിണറായി വിജയന്റെ കൂടെ നിൽക്കുമ്പോഴും ബഹുജനങ്ങൾ VS-ന്റെ കൂടെയായി, വലിയ പിന്തുണയുണ്ടായി. അവര് സത്യസന്ധമായിട്ട് രാഷ്ട്രീയത്തെ കാണുന്നതുകൊണ്ടാണ്. അവർക്ക് സത്യസന്ധമായ രാഷ്ട്രീയം വേണം. സോഷ്യലിസത്തെ കുറിച്ച് അവർക്കൊരു സങ്കല്പമുണ്ട്, കമ്മ്യൂണിസ്റ്റത്തെ കുറിച്ചൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം അവരുടെ മുമ്പിൽ ഉണ്ടാക്കിയത് പഴയ തലമുറയാണ്. തീർച്ചയായിട്ടും കൃഷ്ണപിള്ളയുടെ ഒക്കെ ഒരു കേന്ദ്ര പ്രവർത്തനമായിരുന്നല്ലോ. കൃഷ്ണപിള്ളയുണ്ട്, KPR ഉണ്ട്, അങ്ങനെ ചരിത്രത്തിലെ വലിയ ഇതിഹാസ സമാനരായ മനുഷ്യരുണ്ട്. KKG ഉണ്ട്. ആ മനുഷ്യരുണ്ടാക്കിയെടുത്ത ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് അവരുണ്ടാക്കിയ രാഷ്ട്രീയത്തിന്റെ ഗുണഭോക്താക്കളായിട്ടാണ് ഈ മനുഷ്യരൊക്കെ നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട്. പക്ഷെ കഴിഞ്ഞൊരു 10-15 കൊല്ലം കൊണ്ട് ആ സ്വപ്നം മുഴുവൻ മങ്ങിപ്പോയിട്ടുണ്ട്. കാരണം അത് വെറും പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന കുറെ ആളുകളുടെ ഒരു സംഗതിയാണ്. അത്തരം ഒരു ചർച്ച ഒക്കെ അവർ അനുവദിക്കില്ല. കാരണം അവിടെ ഒരു വായനശാലയെ പോലും നമുക്ക് ഉറപ്പൊരു കാര്യം പറയാൻ പറ്റില്ല. സാധാരണ മനുഷ്യരുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലം വായനശാലയല്ല. വായനശാലയെ പോലും ഉണ്ടാൻ പറ്റില്ല. കാരണം വായനശാല വരുമ്പോൾ CPM-ന്റെ ഒരു ഏജൻസി ആയിരിക്കും. ഒരു വായനശാലയുടെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ CPM-കാരല്ലാത്ത ഒരാൾക്ക് വായനശാല കയറാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരുണ്ടാക്കിയ വായനശാല പോലും പിന്നെ പിടിച്ചെടുക്കാൻ ചെയ്യാം. ബാങ്ക് പിടിച്ചെടുക്കുന്ന മാതിരി വായനശാലയും പിടിച്ചെടുക്കും. വായിക്കാൻ വേണ്ടിയല്ല, വെറുതെ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സ്ഥലങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അമ്പലങ്ങൾ പിടിച്ചെടുക്കുക, കോട്ടകൾ, തെയ്യത്തിന്റെ സ്ഥലങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ പിടിച്ചെടുക്കുക. ചുരുക്കി പറഞ്ഞാൽ കണ്ണൂർക്കാരന്റെ വിമോചന സ്വപ്നങ്ങൾ, പ്രത്യേകിച്ച് അധസ്ഥിതന്റെ വിമോചന സ്വപ്നങ്ങൾ സംരക്ഷിക്കാൻ ഈ പാർട്ടി അനിവാര്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് സഹിച്ചും ക്ഷമിച്ചും പരമാവധി സംയമനം പാലിച്ചും പാർട്ടി സഖാക്കൾ പാർട്ടിയെ രക്ഷിക്കാൻ പാടുപെട്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഈ പുതിയ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം അടിച്ചു തകർക്കുകയല്ലാതെ, തോൽപ്പിച്ച് ചരിത്രത്തിലേക്ക് വലിച്ചെറിയുകയല്ലാതെ ഇനി തൊഴിലാളി വർഗത്തിന്റെ, അടിസ്ഥാന വർഗത്തിന്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് വേറെ വിമോചനത്തിന്റെ വഴിയില്ല എന്ന് കണ്ണൂർക്കാർ ആദ്യം തിരിച്ചറിയുന്നു എന്നല്ലേ ഇതിനർത്ഥം? തീർച്ചയായിട്ടും കണ്ണൂരിൽ ഇപ്പോൾ നടക്കുന്ന ചലനങ്ങൾ വളരെ പ്രധാനമാണ്. ചരിത്രപരമായി തന്നെ വളരെ പ്രധാനമായിട്ട് കാണേണ്ടതുണ്ട്. അത് ഏത് നിലയ്ക്ക് പോകുന്നു, അത് കുറെ കൂടി സത്യസന്ധമായ രാഷ്ട്രീയത്തിലേക്ക് പോകുമോ, അതോ ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൽ കുറെ കൂടി ഫാഷിസ്റ്റായ സ്വഭാവത്തിലേക്ക് പോകും? BJP അവിടെ ഉണ്ടാക്കുന്ന ചില ചലനങ്ങൾ പ്രധാനമാണ്. കണ്ണൂരിൽ സമീപകാലത്ത് BJPക്ക് ഉണ്ടായ മുന്നേറ്റത്തെക്കുറിച്ച് കണ്ണൂരിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു അക്കാഡമിക് രംഗത്തുള്ള രുചി ചതുർവേദി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി അടുത്ത കാലത്ത് ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് അത്. വയലൻസ് ഇൻ ഡെമോക്രസി എന്നാണ്. രുചി ചതുർവേദി ഡൽഹി ബേസ് ചെയ്തിട്ടാണ്. അവർ ചെയ്തൊരു കാര്യം, എല്ലാ രക്തസാക്ഷി കുടുംബങ്ങളിലും ബലിദാനികളുടെ കുടുംബങ്ങളിലും പോയിട്ട് അവിടെയുള്ള ആളുകളുടെ മുഴുവൻ അനുഭവങ്ങൾ സ്വാംശീകരിച്ചിട്ടാണ് ആ പുസ്തകം വരുന്നത്. ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വയലൻസ് ഇൻ ഡെമോക്രസി ഒക്കെ കണ്ണൂരിനെ ബേസ് ചെയ്തുള്ള പഠനം. ഈ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ബേസ് എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണെന്നാണ് അവർ അന്വേഷിക്കുന്നത്. അത് ഫീൽഡ് വർക്കാണ്. ആ പുസ്തകത്തിന്റെ പ്രത്യേകത അസാമാന്യമായ രീതിയിലുള്ള ഫീൽഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇമോഷണലായ കാര്യങ്ങൾ, കൊല്ലപ്പെട്ട വീടുകളിലെ ബാക്കിയുള്ളവരുടെ ഇമോഷണലായ കാര്യങ്ങൾ, അതെല്ലാം അതിൽ വരുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ നിൽക്കില്ല, അത് വളരെ പതുക്കെ BJPക്ക് വലിയ അടിത്തറ കിട്ടുന്ന ഒരു പ്രദേശമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
അതിന് സാധ്യതയുണ്ട്. സാധ്യത എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഫാഷിസം ശക്തിപ്പെടുമ്പോൾ അതിന് കൗണ്ടറായിട്ട് പലപ്പോഴും അതേ രീതിയിലുള്ള ഒരുപക്ഷെ അതിനേക്കാൾ ഇരട്ടി ശക്തിയുള്ള ഒരു മൂവ്മെന്റ് വളർന്നു വരും. CPM-നെ സംബന്ധിച്ച് CPM-ൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചേർന്ന് നിൽക്കാവുന്ന ഒരു സ്ഥലം കണ്ണൂരിൽ BJP ആയി മാറുക. പാർട്ടിക്ക് ഗ്രാമങ്ങളിൽ BJP കിട്ടുന്ന പിന്തുണ, അത് വോട്ടിൽ വരുന്ന പിന്തുണ മാത്രമല്ല, സ്വകാര്യമായിട്ട് കിട്ടുന്ന പിന്തുണ. ഒരുപക്ഷെ CPI-കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് മാനസികമായിട്ട് CPM-ന്റെ പല ആളുകളും BJP-യെ ന്യായീകരിക്കുന്ന, BJP-യുടെ ഒപ്പം നിൽക്കുന്ന, ഒന്ന് ന്യായീകരിക്കുന്നു എന്നതിലേറെ ഞാൻ സാധാരണക്കാരായ അവിടുത്തെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവർ സിമ്പതറ്റിക് ആണ് അറ്റ്ലീസ്റ്റ് BJP-യോട്, RSS-നോട്. അതെ, ഞാനും കയ്യനും കൂടി ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ പരിണാമം എഴുതുന്ന സമയത്ത് അത് കഴിഞ്ഞ് കുറെ സ്ഥലങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോയി പ്രസംഗിക്കുകയായിരുന്നു. അപ്പൊ കണ്ണൂരിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ സംവാദങ്ങൾ വെക്കും, BJP-യുടെ ആളുകൾ വരും. അപ്പൊ BJP-യുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരുമില്ല, സദസ്സിൽ ഒരാളും ഉണ്ടാവില്ല. ഈ BJP-യുടെ പ്രതിനിധി സംസാരിക്കാൻ വരുമ്പോൾ അയാളുടെ കൂടെ ജീപ്പിൽ കുറച്ച് ആൾ വരും, അയാൾക്ക് സംരക്ഷണമായി. ആ 8 പേരോ 10 പേരോ ഉണ്ടാവും. അവരല്ലാതെ വേറൊരാളും ഈ BJP-യുടെ നേതാവ് പ്രസംഗിക്കുമ്പോൾ പ്രതികരിക്കില്ല, എല്ലാവരും ഉണ്ടാകാതെ കേട്ടിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മളതിനൊക്കെ മറുപടി പറയും, ഇവർ പറഞ്ഞതിനൊക്കെ മറുപടി പറയും. അപ്പൊ ഈ വരുന്ന ആളുകൾ നമ്മൾ വളരെ പരിഹാസത്തിലാണ് കണ്ടത്. അപ്പം ചിലപ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വരുന്നത്, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരും ഇല്ലല്ലോ ഇവിടെ, നിങ്ങളെ പിന്തുണയ്ക്കാനൊന്നും ആരും ഇല്ലല്ലോ. അപ്പൊ അതിലൊരു നേതാവ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ കരുതുമ്പോഴല്ല, അവരെല്ലാം ക്ഷമയോടെ കേട്ടിരിക്കുന്നുണ്ട്. അത് ആദ്യത്തെ പടിയാണ്. അവര് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. 10 കൊല്ലം കഴിഞ്ഞാൽ അവര് ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കും. ഇന്നിപ്പോ മനസ്സിലാക്കലിന്റെ കാലമാണ്, കേൾക്കലിന്റെ കാലം കഴിഞ്ഞു, മനസ്സിലാക്കലിന്റെ കാലം. 10 കൊല്ലം കഴിഞ്ഞാൽ പിന്തുണയ്ക്കലിന്റെ കാലം. ഈ രാഷ്ട്രീയമാണ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ രാഷ്ട്രീയത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നതിലുള്ള പ്രധാനപ്പെട്ട റോള് ഈ ലുംബൻ സഖാക്കൾക്ക്, നേരത്തെ പറഞ്ഞ ഈ കവലച്ചട്ടങ്ങൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തിട്ട് അവരെ നേതാക്കളാക്കി എടുക്കുന്ന രീതിക്ക് അത് തിരുത്താതെ ജനാധിപത്യമായിട്ടത് നടക്കും. തീർച്ചയായിട്ടും. അപ്പോ പിണറായിയിലെ പാറപ്പുറത്ത് നിന്ന് ആരംഭിച്ച ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ സമ്പൂർണമായ പതനത്തിന് ഇന്ന് അതേ പിണറായിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വം ഈ ലുംബൻ രാഷ്ട്രീയത്തിന്റെ അധിപനായി മാറുമ്പോൾ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പതനത്തിന്റെ വെടികളാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപക്ഷെ ഒരിക്കലും അടങ്ങാനിടയില്ലാത്ത ഒരു വെടിയാണ് മനു തോമസ് ഉതിർത്തിരിക്കുന്നത് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഇതിന്റെ തുടർ നിരീക്ഷണങ്ങൾ നമുക്ക് ഇനിയും തുടരാം എന്ന് പറഞ്ഞ് ഹരിക്ക് അവസാനത്തെ വാക്യം കൂട്ടിച്ചേർത്ത് ഈ ഡിസ്കഷൻ നമുക്ക് ഇവിടെ സമയക്കുറവുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരൊറ്റ കാര്യമുള്ളൂ, കണ്ണൂർ ജനാധിപത്യവൽക്കരിക്കപ്പെടണമെന്നില്ല. ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം, സംവാദത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവും. ആയുധങ്ങളും കൊണ്ട് രാഷ്ട്രീയത്തെ നേരിടുന്ന രീതി അവസാനിപ്പിക്കും. എങ്കിൽ മാത്രമേ CPM രക്ഷപ്പെടൂ. മറ്റു പാർട്ടികളും കേരളവും രക്ഷപ്പെടണമെങ്കിൽ അതേ പറ്റൂ. കേരളവും രക്ഷപ്പെടും. തീർച്ചയായിട്ടും. കണ്ണൂരില് ജനാധിപത്യത്തിന്റെ മാതൃക കണ്ണൂരിൽ നിന്ന് തന്നെ, ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനത്തിന്റെ മാതൃക കണ്ണൂരിൽ നിന്ന് ഉണ്ടാവട്ടെ എന്നാവശ്യപ്പെട്ടുകൊണ്ട് KS ഹരിഹരൻ ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി ഹരി. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.